വേലകളിയും കാലൻകോലത്തിൻ്റെ അസുരഭാവവും ഭക്തിപൂരിതമായ രാവുകളിൽ കോട്ടാങ്കലമ്മയുടെ തിരുമുൻപിൽ കുളത്തൂർ കോട്ടാങ്കൽക്കരകളുടെ മഹാഘോഷയാത്രയോടെ വലിയ പടയണിക്ക് സമാപനമായി. ധനുമാസത്തിലെ ഭരണിനാളിൽ ചൂട്ടുവെച്ച് മകരഭരണിക്ക് അവസാനിക്കുന്ന 28 പടയണികളാണുള്ളത്. പരമ്പരാഗതമായി കുളത്തൂർ കോട്ടാങ്കൽക്കരക്കാർ തമ്മിൽ മത്സരത്തോടെയാണ് പടയണി അവതരിപ്പിക്കുന്നത്. രണ്ട് കരയാക്കി ഒരു മത്സര ബുദ്ധിയോടെ ഈ പടയണി നടത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് തുടങ്ങിയ എന്നാണെന്ന് നമുക്കറിയത്തില്ല, അത് നമ്മുടെ ആശാന്മാർക്കും അറിയത്തില്ല. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഇത് നിന്നു പോയിട്ടില്ല. മറ്റുള്ള പല ക്ഷേത്രങ്ങളിലും ഈ പടയണികൾ നിന്നു പോയിട്ട് ഇപ്പം വീണ്ടും അവർ പുനരുദ്ധരിക്കുന്നുണ്ട്. രാത്രിയിൽ ആരംഭിക്കുന്ന പടയണി ചടങ്ങുകൾ പുലർച്ചെ 6:30യോടെയാണ് സമാപിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പടയണി ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം. പടയണിക്കൊരു കാലഗണനാതീതമായ ഒരു പഴക്കമാണ് പഴമക്കാർ പറയുന്നത്. പടയണിക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളാണെങ്കിൽ തന്നെയും ഏത് നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടവയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ അറിവുകളില്ല. അത് വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയതാണ് പാട്ടുകളെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏതായാലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മൃത്യുഞ്ജയ ഹോമത്തിന് സമാനമെന്ന് കരുതുന്ന കാലൻകോലവും പടയണിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.